ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓണം സദ്യ വിഭവങ്ങളുടെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓണസദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പായസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അടപ്രഥമൻ്റെ റെസിപ്പിയാണ്. അടപ്രഥമൻ എന്ന് കേൾക്കുമ്പോഴേ ചില ആളുകൾക്ക് ഉണ്ടാക്കാനായിട്ടൊരു പേടിയാണ്, ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ചും ഇപ്പം പുതിയതായിട്ട് പാചകത്തിലേക്ക് ഇറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അടപ്രഥമൻ ഭയങ്കര റിസ്ക്കാണ്. എൻ്റെ അടുത്ത് രണ്ടുമൂന്ന് പേഴ്സണലായിട്ടും മെസ്സേജ് ഇട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അടപ്രഥമൻ ഈസിയായിട്ട് റെസിപ്പി ചെയ്യണേന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അടപ്രഥമൻ പെട്ടെന്ന്, അതും കുക്കറിൽ 10 മിനിറ്റിൽ അടപ്രഥമൻ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ റെസിപ്പികളെല്ലാം എപ്പോഴും ഈസി കോസി റെസിപ്പികളാണ്. അതേപോലെ ഈ അടപ്രഥമനും വളരെ ഈസിയായിട്ട് പെട്ടെന്ന്, അതും നമ്മുടെ ആ തനിമയുടെ ടേസ്റ്റ് ഒന്നും വിടാത്ത രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. പായസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിയുടെ അടയാണ്, റൈസ് അടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. എന്നിട്ട് അതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് കുക്കറിലാണ് ഈ ഈസി അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. വെറും 10 മിനിറ്റ് മതി, ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുക്കറിലേക്ക് അട മുങ്ങി നിൽക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ മുകളിലോട്ട് വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. 200 ഗ്രാം അടയ്ക്ക് നമ്മൾ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ച് കൊടുക്കാം. ശർക്കര പാനിയായി വന്നപ്പോഴേക്കും നമ്മുടെ അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നിനോടൊന്നൊട്ടാതെ നല്ല വൃത്തിക്കാണ് കിട്ടിയേക്കുന്നത്. അതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതേ കുക്കർ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ആ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അട ചേർത്ത് കൊടുക്കാം. അട ആ നെയ്യിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കുക. ഒരു 50 ഗ്രാം ചവ്വരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തലേ ദിവസമേ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അത് കുതിർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അടയുടെ കൂടെ അവിടെ കിടന്ന് അതങ്ങ് വെന്തോളും. അതൊന്ന് നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വൃത്തിക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ അടയും ശർക്കരയും ചവ്വരിയും കൂടെ വൃത്തിയായിട്ട് യോജിച്ച് വരണം. ഈ സമയത്ത് ഞാൻ 1 ലിറ്റർ പാല് അടുത്ത അടുപ്പിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. പാല് തിളപ്പിച്ചിട്ട് വേണം നമ്മുടെ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല വൃത്തിക്ക് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ലപോലെ മിക്സായി ഒരുമിച്ച് വരും. നമ്മുടെ ചവ്വരിയൊക്കെ നല്ലപോലെ തിളങ്ങി വരും. എന്നിട്ട് ആ സമയത്ത് നമ്മൾ അതിലേക്ക് 1 ലിറ്റർ പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയിൽ കൂടുതൽ, ഒരു 1/4 ഭാഗം പാല് ചേർത്ത് കൊടുത്തു. ഞാനിവിടെ തേങ്ങാപ്പാലല്ല, പാലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുമെങ്കിൽ പ്രഥമന് കുറച്ചുകൂടെ ടേസ്റ്റ് തേങ്ങാപ്പാൽ തന്നെയാണ്. എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പാലെടുത്തത്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 2 സ്പൂൺ പഞ്ചസാരയാണ്. ഇത് മധുരം കൂട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ പ്രഥമൻ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഭംഗിയും വരും ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ. പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടം ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. എൻ്റെ അടുത്ത് കൽക്കണ്ടം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. ഇപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് അതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം വേണമെങ്കിലും ചേർക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അത് ചേർക്കാത്തത്. ജീരകവും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഏലക്കായും ചുക്കുമാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നവരാണെങ്കിൽ ആദ്യം 2-ാം പാൽ ഒഴിക്കണം. ഈ സമയത്ത് 1-ാം പാലും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം പാൽ ആൾറെഡി തിളച്ചതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി കോസി ആയിട്ടുള്ള റെസിപ്പിയാണെങ്കിലും തനതായിട്ടുള്ള രുചികളൊന്നും നഷ്ടപ്പെടാത്ത
തെറ്റാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പായസം ചെയ്തിട്ടിരിക്കുന്നത്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്കുള്ള വറവിടാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളയും കറുപ്പുമാണ് എടുത്തേക്കുന്നത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 2 കളറും എടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒന്നായാലും മതി. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമുക്കിനി നമ്മുടെ അടപ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്. ഇത് നമുക്ക് വെള്ള ശർക്കര കിട്ടിയോണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ വെള്ളയായിട്ടിരിക്കുന്നത്. ക്യാമറയിൽ ഈ കളറാണെങ്കിലും കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറുണ്ട് കേട്ടോ. പിന്നെ ഈ കൺസിസ്റ്റൻസി കാണുമ്പോഴേ അറിയാം പ്രഥമൻ എത്രത്തോളം നല്ലതാണെന്ന്. ഒരട പോലും ഒട്ടാതെ, ഒന്നിനോടൊന്നും ഒട്ടാതെ അത്രയ്ക്ക് നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.